അർജുന ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണേ ഭദ്ര മിഴികൾ ഉയർത്തി അവനെ നോക്കി. അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കാണേ അവൾ പേടിയോടെ മിഴികൾ താഴ്ത്തി. എന്താ ശരിക്കും സ്വന്തം മനസ്സിൽ തോന്നുന്നതെന്ന് അർജുന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തോ വല്ലാത്ത ദേഷ്യവും അതേ നേരം എന്തിനെന്നറിയാത്ത ഒരു സന്തോഷവും അവന് തോന്നി. അല്പനേരം അവളെ തന്നെ നോക്കി നിന്നിട്ട് അവൻ കയ്യിൽ കരുതിയ പേന അവൾക്ക് നേരെ നീട്ടി. ദാ പേന. അവൻ പറഞ്ഞതും അവൾ വേഗം തലയുയർത്തി നോക്കി. അവൻ പേന നീട്ടിയിരിക്കുന്നത് കാണേ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി വേഗം കൈനീട്ടി ആ പേനയിൽ പിടിച്ചു. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ? ദേഷ്യമായിരുന്നില്ല, എന്നാൽ തീർത്തും ഗൗരവത്തോടെയായിരുന്നു അവൻ്റെ ചോദ്യം. അവൾ പതിയെ ഒന്നും മൂളി. അർജുൻ പേനയിൽ നിന്ന് കൈയെടുത്തു. ഭദ്ര പേന മുറുകെ പിടിച്ച് അതിലേക്ക് നോക്കി. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ? അർജുൻ്റെ ചോദ്യം ഒരിക്കൽ കൂടി അവളുടെ മനസ്സിലേക്ക് എത്തി. ഇതല്ലാതെ വേറെ വഴി തനിക്ക് മുൻപിലുണ്ടോ എന്ന് അവൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു. രഘുവിൻ്റെ കൂടെയുള്ളൊരു ജീവിതം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി അവൾ രണ്ട് ജീവിതവും ഒരു തുലാസിൽ അളന്നു. ഒരുപാട് പേർക്ക് സ്വന്തം ശരീരം വിളമ്പി ജീവിച്ചു പോകുന്നതിലും നല്ലത് ഒരാൾക്ക് മാത്രം ശരീരം കൊടുത്ത് അയാളുടെ ജൽപ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതാണെന്ന് ഭദ്രയ്ക്ക് ഉറപ്പായിരുന്നു. എന്തു തന്നെ ആയാലും ചെയ്യുന്ന തൊഴിൽ വേശ്യാവൃത്തി തന്നെയാണെന്ന് ഉപബോധ മനസ്സ് അവളെ സ്വയം പുച്ഛിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയോർത്ത് അവളുടെ ഉള്ളു പിടഞ്ഞു. അവളുടെ കൈകൾ വിറകൊള്ളുന്നതും ഓരോരോ പേപ്പറിലായി ഒപ്പിടുമ്പോഴും ആ പേപ്പറുകളിൽ കണ്ണുനീർ ഇറ്റിറ്റ് വീഴുന്നതും അവൻ ശ്രദ്ധിച്ചു. അവൾ അതെല്ലാം സൈൻ ചെയ്ത് അർജുന് നേരെ ആ പേപ്പറുകൾ നീട്ടി. അർജുൻ അത് വാങ്ങി എല്ലാ പേപ്പറിലൂടെയും കണ്ണോടിച്ചു. അഡ്വാൻസ് പൈസ? അവൾ അവനെ നോക്കി ചോദിച്ചു. അർജുൻ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കി. പിന്നെ വേഗം റൂമിലെ ഒരു ഷെൽഫ് തുറന്ന് അതിൽ നിന്നൊരു കെട്ട് പൈസ എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് നേരെ നീട്ടി. അത് കണ്ട് അവൾ പകപ്പോടെ അർജുനെ നോക്കി. ഇത് 50,000 രൂപയുണ്ട് അഡ്വാൻസ്, ഇത് വെച്ചോ, അവൻ പുച്ഛത്തോടെ തന്നെ പറഞ്ഞു. 50? ഇത്രയും രൂപയോ? ഭദ്ര ഞെട്ടലോടെ അവനെയും ആ പൈസയും നോക്കി. ഇത് വാങ്ങടി. അവൻ ദേഷ്യത്തിൽ കൈയൊന്ന് പിടച്ചു. ഇത്രയും രൂപ? ഞാൻ 20,000 രൂപയാണ്. നീ ചോദിക്കുന്നതനുസരിച്ചല്ല, ഞാൻ എനിക്ക് തോന്നുന്നതനുസരിച്ച് എന്തും ചെയ്യൂ. പിന്നെ ഈ അർജുൻ മഹേശനൊന്നും തുച്ഛമായ തുകയ്ക്ക് വാങ്ങി ശീലമില്ല. ഇത് പിടിക്ക്. അർജുൻ കനത്ത സ്വരത്തിൽ പറഞ്ഞതും അവൾ ഒരിക്കൽ കൂടി ആ പൈസയിലേക്ക് നോക്കി. ഇത് വാങ്ങാൻ അവനൊന്ന് അലറിയതും അവൾ ആ പൈസയിൽ പിടിയിട്ടു. ഈ പേപ്പേഴ്സിലുള്ള നിബന്ധനകളെല്ലാം നിനക്കറിയാലോ? അർജുൻ ചോദിക്കുന്നത് കേട്ട് അവളുടെ ഹൃദയമിടിപ്പ് വീണ്ടും ഉയർന്നു. അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി. അവളത് ഫുൾ വായിച്ചിട്ടൊന്നുമല്ല ഒപ്പിട്ടതെന്ന് അവൻ അറിയാമായിരുന്നു. പൈസയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കണം എന്നില്ല, അറിയണമെന്നുമില്ല. അർജുൻ പല്ലിറമിക്കൊണ്ട് പറഞ്ഞു. ചുരുക്കം ചില കാര്യങ്ങൾ ഇപ്പോൾ അറിഞ്ഞു വെച്ചു. ഇവിടുന്ന് ഇനി നിനക്ക് എവിടേക്കും എൻ്റെ അനുവാദമില്ലാതെ പോകാനാകില്ല. ഞാൻ പറഞ്ഞത് മാത്രമാകും ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ സ്വതന്ത്രയാക്കും വരെ നീ ചെയ്യേണ്ടത്. എന്നെ ധിക്കരിക്കാൻ നോക്കിയാൽ ഞാൻ തരുന്ന പണിഷ്മെൻറ്റ് നീ ചെയ്തേ മതിയാകും. അതല്ല എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി എന്തെങ്കിലും ചെയ്യുവോ, ഞാൻ അറിയാതെ നമ്മുടെ കരാർ ലംഘിച്ച് ഇവിടുന്ന് പോകുകയോ ചെയ്താൽ പിന്നെ നിനക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാത്ത രീതിയിൽ ഞാൻ ഓരോന്നും ചെയ്യും. അത് നിന്നെ മാത്രമാകില്ല, നിൻ്റെ തന്തയും നിൻ്റെ അനിയത്തെയും വരെ ബാധിക്കുകയും ചെയ്യും. അർജുൻ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് നാട്ടിൽ വരെ ഒന്ന് പോകണം. പെട്ടെന്ന് ഭദ്ര അവനെ നോക്കി പറഞ്ഞു. അത് കേട്ട് അർജുൻ നെറ്റി ചുളിച്ചു. നാട്ടിലോ? എന്തിന്? അതൊന്നും നടക്കില്ല. ഇനി നീ നാട്ടിലേക്ക് പോകുന്ന കാര്യം മറന്നേക്ക്. അച്ഛൻ അവളെ നോക്കി നിസ്സാരമായി പറഞ്ഞു. പക്ഷേ എനിക്ക് പോയേ മതിയാകൂ. ഭദ്ര അവനെ നോക്കി വീണ്ടും പറഞ്ഞു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. നിന്നോടല്ലടി പുല്ലേ ഞാൻ പറഞ്ഞത് നീ എവിടേക്കും പോകുന്നില്ലെന്ന്. ഒരു കാര്യം ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അവൻ ദേഷ്യത്തിൽ അവളുടെ കവിളിലുള്ള പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അവളവനോട് അപേക്ഷ രൂപേണ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു വന്നു. എന്നാൽ അവനത് കേൾക്കാൻ താല്പര്യമില്ലാതെ കവിളിൽ ഒന്നുകൂടി അമർത്തുന്നതിനൊപ്പം ഒന്ന് കുനിഞ്ഞ് അവളുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചു. എന്താടി നിനക്ക് ഇത്ര അത്യാവശ്യം? എന്താ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി മുങ്ങിയിട്ട് വീണ്ടും നാട്ടിൽ പോയി നിനക്ക് ശരീരം വിറ്റ് നടക്കാനാണോ? അവൻ രൂക്ഷമായി തന്നെ ചോദിച്ചു. അത് കേൾക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ എൻ്റെ ലച്ചു അവളെ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് ഒരു ഹോസ്റ്റലിൽ നിർത്തണം, അവളൊന്ന് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ അപ്പോഴാണ് അവൾക്കൊരു അനിയത്തിയുള്ള കാര്യം ഓർക്കുന്നത്. അവളുടെ കവിളിലുള്ള പിടിയൊന്ന് അയഞ്ഞെങ്കിലും അവൻ പൂർണ്ണമായി കൈയെടുത്തില്ല. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, എവിടെ നിൻ്റെ അനിയത്തി? അവളെ ആർക്ക് സൂചിക്കാൻ കൊണ്ട് കൊടുത്തിട്ടാ നീ ഇവിടേക്ക് കെട്ടിയെടുത്തത്? അർജുൻ പുച്ഛത്തോടെ എന്നാൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചോദിച്ചു. പെട്ടെന്ന് അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ പകപ്പോടെ അവനെ നോക്കി. നിന്നെപ്പോലെ അവളും ശരീരം വിട്ട് നടക്കുന്നതിൽ എക്സ്പേർട്ട്? അവൻ ചോദിച്ചു പൂർത്തിയാക്കും മുൻപ് അവൾ അവനെ തല്ലാനായി കൈ ഉയർത്തിയിരുന്നു. എന്നാൽ ഇടത് കൈ കൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ കണ്ണിലേക്ക് രൂക്ഷമായി ഒന്ന് നോക്കി. ഇത്തവണ കണ്ണുനീരിനും സങ്കടത്തിനുമൊപ്പം അവളുടെ കണ്ണിൽ കണ്ണിലെരിയുന്നത് അവൻ കണ്ടു. അവനെ നോക്കുന്ന നോട്ടത്തിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം അവൻ കണ്ടു. നീ വീണ്ടും എനിക്ക് നേരെ കൈ ഉയർത്താറയോ?
അർജുൻ ചോദിച്ചുകൊണ്ട് അവളുടെ വലത് കൈ ഒന്ന് തിരിച്ചു. വേദനയാൽ അവളുടെ മുഖം ചുളിഞ്ഞു. എങ്കിലും അവനെ ദേഷ്യത്തോടെ തന്നെ അവൾ നോക്കി. എന്താണ്, നിനക്ക് ദേഷ്യം വന്നു? അല്ല, നിനക്കെന്തിനാ ഇത്ര ദേഷ്യം? എനിക്ക് തോന്നിയ സംശയമല്ലേ ചോദിച്ചത്? അത്രയ്ക്ക് നല്ല കുടുംബമല്ലേ നിൻ്റെ? നീ ഒരെണ്ണം പലർക്കും ശരീരം വിട്ട് നടക്കുന്നു. നിൻ്റെ തന്ത നീ ചെയ്തത് എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, പലർക്കും നിന്നെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. അയാൾ നല്ല ഒന്നാന്തരം പിമ്പാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നിൻ്റെ കുടുംബത്തിലുള്ളത് നിൻ്റെ അനിയത്തിയാണ്. നിൻ്റെയൊക്കെ കൂടെ ഇത്രയും കാലം ജീവിച്ച ആ പെണ്ണിൽ അല്പമെങ്കിലും നിൻ്റെയൊക്കെ സ്വഭാവം കിട്ടാതിരിക്കുമെന്നാണോ? അവൻ ചോദിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. അല്ല, നിൻ്റെ തള്ള എങ്ങനെയായിരുന്നു ആള്? നിന്നേക്കാളപ്പുറം പിഴച്ച. അർജുൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് ഭദ്ര സകല ശക്തിയും എടുത്ത് അവൻ്റെ കൈകൾ തട്ടിമാറ്റുകയും അവനെ പുറകിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് ബെഡിൽ നിന്ന് അവൾ ചാടി എഴുന്നേറ്റ് അലറി. ആ, തനിക്ക് തനിക്ക് എങ്ങനെ എങ്ങനെ തോന്നിയിട എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? എങ്ങനെ തോന്നി? എൻ്റെ അമ്മ. അവൾ അവൻ്റെ ഷട്ടിൽ മുറുകെ പിടിച്ച് അവനെ നോക്കി ദേഷ്യത്തെ അലറിക്കൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ ഭാവമാറ്റം കണ്ട് ഞെട്ടലോടെ നിന്നു. ഞാൻ 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 തൻ്റെ കൂടെ രാത്രി എൻ്റെ ശരീരം വിറ്റത്. അവൾ പറയാൻ കഴിയാതെ കരഞ്ഞുപോയി. എങ്കിലും അർജുൻ സ്വന്തം അമ്മയും പെങ്ങളെയും പറ്റി പറഞ്ഞതാലോചിക്ക് അവൾക്ക് വീണ്ടും ദേഷ്യം അരച്ചു കയറി. ഞാൻ ഒരിക്കൽ തൻ്റെ കൂടെ കിടന്നതിന് താൻ എന്തിനാ എൻ്റെ ഒന്നും അല്ലാത്ത എൻ്റെ അമ്മയും അനിയത്തിയും പറ്റി ഇല്ലാത്തത് പറയുന്നത്? എന്തിനാണെന്ന്? അവർ പാവങ്ങളാണ്. ഞാൻ ഞാൻ എന്നെപ്പോലെയല്ല. ഞാനാ ചീത്ത. ഞാൻ മാത്രമാണ് ചീത്ത പെണ്ണ്. ഞാൻ മാത്രമേ പണത്തിന് വേണ്ടി ശരീരം വിട്ടിട്ടുള്ളൂ. അവർ അങ്ങനെ ഒന്നുമല്ല. അവൾ ആദ്യം അവനോട് പൊട്ടിത്തെറിക്കുന്നത് പോലെ പറഞ്ഞു വന്നെങ്കിലും പിന്നെ അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. അവൻ്റെ ശരീരത്തിൽ നിന്ന് കൈവിട്ട് അവൾ കുഴഞ്ഞ് നിലത്തേക്ക് ഇരുന്നു പോയി. ഞാൻ ചീത്തയാ. അവർ നല്ലതാ. ഞാനാ ശരീരം വിട്ട് നടക്കുന്നത്. ഞാനാ വേശ്യ. അവൾ മുഖത്തേക്ക് 2 കൈ കൊണ്ടും അടിച്ചുകൊണ്ട് പറഞ്ഞു കരഞ്ഞു. അർജുന നെഞ്ചാകെ പിടയുന്നത് പോലെ തോന്നി. അവളോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. നിലത്തിരുന്ന് അലറിക്കരയുന്നവളെ നെഞ്ചോട് ചേർത്ത് പുണരാനും ആ മുഖമാകെ ചുംബിക്കാനും അവൻ ഒരു നിമിഷം തോന്നിപ്പോയി. എന്നാൽ തൊട്ടടുത്ത നിമിഷം സ്വന്തം ചിന്തകളെ ഓർത്ത് അവൻ ഈർഷ്യയുടെ മുഖം വെട്ടിച്ചു. പക്ഷേ സാറിനൊരു കാര്യം അറിയുമോ? ഈ ഭദ്ര ഒരാൾക്ക് മാത്രമേ ഈ ശരീരം പങ്കിട്ടിട്ടുള്ളൂ. ഒരാൾക്ക് മാത്രമേ എൻ്റെ ശരീരം വിറ്റിട്ടുള്ളൂ. അത് അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് ബോധം മറിഞ്ഞ് നിലത്തേക്ക് മറിഞ്ഞു വീണു.